build your base and steal from others. Hello guys, I'm Hey Gamer. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല കേട്ടോ ഗൈസ്, വേറെ ഒന്നുമല്ല, പാർട്ട് 7 ഗൈസ്, പാർട്ട് 7 ഓർ പാർട്ട് 2. നേരെ വീട്ടിലോട്ട് പോകണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 300 സബ്സ്ക്രൈബേഴ്സ്, എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഗൈസ്. പാർട്ട് 7 ആണ്. അപ്പോൾ നിങ്ങൾ ഇത് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പാർട്ട് 1 തൊട്ട് കണ്ടാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും, ഫസ്റ്റ് പാർട്ട് 1 മുതൽ കാണുന്നവരുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമുക്കിവിടെ അണ്ടർഗ്രൗണ്ട് ഉണ്ട് കേട്ടോ, പക്ഷേ നമ്മൾ ലാസ്റ്റ് വെച്ചിട്ടാണ്. അണ്ടർഗ്രൗണ്ടൊക്കെ നമ്മൾ ലാസ്റ്റ് പെരപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് പോരെ ഈ അണ്ടർഗ്രൗണ്ടൊക്കെ ഗൈസ്. നമുക്ക് എന്തായാലും പണിയൊക്കെ തീർക്കട്ടെ പെട്ടെന്ന്. അപ്പോൾ എൻ്റെ മാൻഷൻ കാണാത്തവരുണ്ടെങ്കിൽ പാർട്ട് 1 തൊട്ട് കണ്ടാൽ നിങ്ങൾ ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കി ഒക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് അതൊക്കെ കാണുകയാണെങ്കിൽ കാണുക ഗൈസ്. ഇതൊക്കെ വെക്കട്ടെ കേട്ടോ. 11,000 22,000 നമുക്ക് ഇത് വെക്കാം. സഞ്ജയസ് ഞാൻ ഒരു 3,000 ഉറുപ്പിക ഉണ്ട്, അത് ഇതൊന്നും ആവില്ല, നിങ്ങൾക്ക് വരെ നിങ്ങൾക്ക് വരാം. നമുക്ക് ഇതിൽ കൂടെ ഇങ്ങനെ പോയിട്ട് രണ്ടാമത്തെ ഫ്ലോർ പോയിട്ട് രണ്ടാമത്തെ ഫ്ലോറിൽ നിന്ന് 1ാമത്തെ ഫ്ലോർക്ക് സ്വിമ്മിങ് പൂളിൽ പോവാം. അതങ്ങനെ ഞാൻ ഒരു മാജിക് കാണിച്ചിട്ടേ ഗൈസ്. നമ്മളിപ്പോൾ ഇവിടെയാണ്, ഇവിടെ നമുക്ക് വേറെ റൂമിൽ പോകാൻ ഇതിൽ കൂടെ ഇങ്ങനെ പോയാൽ മതി. അവിടെ വേറെ റൂമാണ് ഒക്കെ ഇതാണ്. നമുക്ക് ഇവിടെ വെക്കാം. അവിടെ സ്വിമ്മിങ് പൂളിൽ ഇരിക്കണ്ട ഗൈസ്. നമുക്ക് ഇതൊക്കെ അറിയാം കേട്ടോ, മറ്റേ എന്താ പറയുക, സൂര്യഗ്രഹണം അങ്ങനത്തൊക്കെ ഇല്ലേ ഗൈസ്. എന്തായാലും പൊളിക്കാം നമുക്ക്. ഇന്നത്തെ ഇപ്രാവശ്യത്തെ മാൻഷൻ ഉണ്ടാക്കണം പാർട്ട് 7 നമ്മൾ നിർത്തുമെന്ന് എനിക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ ഫൈനൽ പാർട്ട് ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഇതൊരു ലോഡുണ്ട് ഗൈസ്. ട്രോപ്പിക്കൽ മാൻഷൻ നമ്മൾ ഉണ്ടാക്കില്ല, മോഡേൺ മാൻഷൻ നമ്മൾ മാത്രമേ ഉണ്ടാക്കുള്ളൂ കേട്ടോ ഗൈസ്. ഇങ്ങനത്തെ സമയത്തൊക്കെയാണ് നമ്മളിങ്ങനെ ബോറടിച്ചിരിക്കും. മീൻസ് ഇപ്പോൾ ഈ 43,000 എടുത്തു. അപ്പം ഇങ്ങനെ ബോറടിച്ച് ഞാൻ ഇരിക്കുമ്പോൾ ഈ പാർട്ട് 6ഉം 5ഉം 4 ഒക്കെ കണ്ടവർക്ക് അറിയാം ഞാൻ എന്താണ് ചെയ്യാറ്. ഗൈസ് ഐ ഹാവ് 2 cars ബ്രദർ. അതും ഇതും വരട്ടെ. ബൈ ബൈ ഗൈസ്. നമുക്ക് നമ്മളെ കാർ തന്നെ എടുക്കാം, അതാണ് ഇപ്പോൾ നല്ലത് ഗൈസ്. ഇപ്പോൾ നമുക്ക് നല്ല വണ്ടി കയറാം. ഒരു മിനിറ്റ്, ഇതാണ് ഞാൻ ഇപ്പോൾ, ഇത് നമ്മളെ പുതിയ വണ്ടി കേട്ടോ. അത് നമ്മളേക്കുള്ള പഴയ വണ്ടി കേട്ടോ. പുതിയ വണ്ടി യൂസ് ചെയ്യുക, പഴയ വണ്ടി യൂസ് ചെയ്യുക. നമ്മൾ കുറച്ച് സീനായതുകൊണ്ട് നമ്മൾ പുതിയ വണ്ടി എടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ പുതിയ വണ്ടി വേണം കേട്ടോ. നമ്മൾ പുതിയ വണ്ടി ഇനി വേറൊരു വണ്ടി വാങ്ങും, ഞങ്ങളെ സ്ഥലമൊക്കെ നമ്മളവിടെ സെറ്റാക്കിയാണ്. വാങ്ങും ചെയ്യും, ഓട്ടും ചെയ്യും. ഏതാ കാറിൻ്റെ പേര് ഞാൻ അപ്പോൾ തന്നെ പറയാം. സ്പോർട്സ് കാർ നമ്മൾ വാങ്ങും. പൈസ ആയാലും നമ്മൾ ഉറപ്പായിട്ടും വാങ്ങും. 200,000 ആയാലും 10 സ്പോർട്സ് കാറുണ്ട് വാങ്ങും ഗൈസ്. നിങ്ങൾ പറയുന്ന ഗെയിമായിട്ട് നമ്മൾ വരുന്നതാണ്. ഇനിയിപ്പോൾ ഫ്രീ ഫയർ ആയാലും ശരി, ഏതായാലും പറയണ ഗെയിമായിട്ട് വരും ചെയ്യും. വരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താലേ എനിക്ക് മനസ്സിലാവുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കമൻറ്റ് ഓഫ് ആവട്ടെ, എനിക്കറിയില്ല. കമൻറ്റ് ഓഫ് ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ വേറെ ഒന്നും അല്ല, എൻ്റെ പോസ്റ്റൊക്കെ ഉണ്ടാവും. ഞാൻ പോസ്റ്റൊക്കെ ഉണ്ടാവും, അതിനെന്തായാലും കമൻറ്റ് ഇല്ലാക്കില്ല. അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ അങ്ങനെ പറയും. അങ്ങനെ ഡ്രിഫ്റ്റ് ഇപ്പം പവർ ബാൻ നമ്മളൊക്കെ കുഞ്ഞ കേസ്. നമുക്ക് ഇവിടെ വണ്ടി കയറി നോക്കാം. ഇവിടെ അങ്ങനെ കയറി കയറട്ടെ. നമ്മളിവിടെ കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ കയറുണ്ടോ ചോദിച്ചത്. എങ്ങനെ കൊടുക്കാന്നല്ലേ ഇവിടെ കയറിയ ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെ ഞാൻ കൊടുക്കല്. പോവാ. ഓ ഗൈസ്, വേറൊരു വണ്ടി. ഒരു മിനിറ്റ്, സ്പോർട്സ് കാറാണോ അതോ സെഡാനോ ഗൈസ്? വളക്കണം പോവാ ഗൈസ്. ഇപ്പോൾ അവിടെ ഒരു കുറച്ച് പൈസ ഉണ്ടാവും. ഇതേത് കാറ്?
സെഡാനൊന്നുമില്ലടാ. ആ കണ്ട് സെഡാനൊന്നുമില്ല. ഓന് ഇപ്പം നേരത്തെ കണ്ട് മസിൽ കാർ, ഇപ്പം കണ്ട് നമ്മൾ സെഡാന പോകുന്നുണ്ട് ഗൈസ്. നമുക്ക് പോവാം, വന്ന വഴി പോകാം ഗൈസ്. നമുക്ക് നമ്മളെ സ്ഥലത്ത് തന്നെ പോകാം. അതാണ് ഇപ്പോഴത്തേക്ക് നല്ലത് കേട്ടോ ഗൈസ്. നേരെ പോവാം ഗൈസ്. നിങ്ങൾ ഗെയിമൊന്നും പറഞ്ഞില്ല കേട്ടോ, അതുകൊണ്ടാട്ടോ ഞാൻ കമൻറ്റൊന്നും വരാറില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി എനിക്ക് 200 സബ്സ്ക്രൈബേഴ്സ് എത്തിച്ചു തന്നു. അത് ഇപ്പോഴത്തെ തന്നെ നമുക്ക് 1K അടിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ്, സപ്പോർട്ട്. നിങ്ങൾ ഈ മാൻഷൻ ടൈക്കൂടെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക, ഒരു ഹെൽപ്പാവും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്താൽ. അപ്പോൾ ഇന്നത്തെ ലൈക്കിൻ്റെ ടാർഗറ്റ് പറഞ്ഞാൽ 10 ആട്ടോ. അപ്പോൾ 10 നമ്മൾ ലൈക്കിൻ്റെ ടാർഗറ്റ് വരുന്നത്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. ഈ കാറായിട്ടൊക്കെ കയറാൻ കഴിയും മാൻഷൻ്റെ ഉള്ളത് കണ്ടോ. ഗസ് നമ്മളെല്ലാവരും ഇവിടെ വണ്ടി എടുത്തിട്ടാണ്. പൈസ നമുക്ക് ഇവിടെ 86 ഉണ്ട്. പെർ സെക്കൻഡ് 415 ഉറുപ്പ്യാണ് കൂടുന്നത്. കാരണം വെച്ചാൽ ഇവിടെ നമ്മളെ പൈസ ഇല്ലേ 154,000 ഇപ്പോൾ കണ്ടില്ലേ, അതിൻ്റെ തൊട്ട് മേലെ 485 പെർ സെക്കൻഡ് എന്നാണ് എഴുതി കാണിച്ചിട്ടുള്ളത്. അപ്പം 415 പെർ സെക്കൻഡ് നമുക്ക് കൂടിക്കൊണ്ട് നിൽക്കും. ഇങ്ങനെ പോവാതെ നോക്കണം നമ്മൾ. ഞാൻ ഇപ്പോൾ വീണെന്ന് വിചാരിച്ചു. പിന്നെ ഗോൾഡിഫൈ സംഭവം ഉണ്ട്, റോബോട്ട്സ് കൊടുത്തിട്ടാണ്ട് നമ്മൾ അങ്ങനത്തെ ഒന്നും വേണ്ട വെച്ചാട്ടോ. പിന്നെ നമ്മളൊക്കെ വീശൂലേ, ഇല്ലാത്തോണ്ടാട്ടോ. റെയിലിങ്സ് ടാബിൾ സെറ്റായി ഗൈസ്. ഓ ഇവിടെ ഒരു സ്ലൈഡിങ് ഡോർ ഉണ്ടല്ലേ. സെറ്റായി ഗൈസ്. വാവ്, ഇനി ഇവിടെ പണി കഴിഞ്ഞു. അല്ല ഒരു മിനിറ്റ്, 81% ആയിട്ടുള്ളൂ. ഇവിടെ എവിടെയെങ്കിലും ഉണ്ട് പണി. ഇനി മേൽഭാഗം ഫുള്ള് ഫിനിഷായി എന്ന് തോന്നുന്നു. നമുക്ക് തോന്നണു എന്ന് പോരല്ലോ, മൊത്തം നോക്കണ്ടേ. നോക്കാൻ വേണ്ടി നമുക്ക് ഈ കൂടെ അങ്ങനെ പോയോക്കാം. ഇവിടെ നിന്നൊന്നുമില്ലല്ലോ. ഇല്ലെന്ന് വിചാരിച്ച് ഞാനൊരു സ്ഥലത്തേക്ക് പോകട്ടോ. എങ്ങോട്ടാന്നല്ലേ, ഈ പാർട്ട് 7 ആണ് ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടാവില്ല. നിങ്ങളെല്ലാം പാർട്ട് 7 എല്ലാം ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഗൈസ്. നമ്മൾ പാർട്ട് 6 കണ്ടാട്ടത്. നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ആദ്യം ഇത് ഇങ്ങനെ ഇറങ്ങി വരുന്നിടത്തൊന്നും ഉണ്ടാവാൻ പാടില്ല. മീൻസ് 40,000 ഉറുപ്പ്യായി. ഇനി 40,000 ഒറ്റയടിക്ക് പൊട്ടിക്കണോ അതോ നല്ല മെല്ലെ പൊട്ടിച്ചാൽ മതി ഒന്ന് ഡൗട്ടില്ല. ഇപ്പം ഞാൻ പറയുന്നത് 40,000 ഒറ്റയടിക്ക് പൊട്ടിക്കണ്ട. കാരണം വെച്ചാൽ ഒരു 200 ഉറുപ്പ്യ കൂടി വേണം അതിന്. 10,000-ത്തിന് ഇവിടെ ലൈറ്റും വെക്കാം, ഫ്ലോറും ഒന്ന് സെറ്റാക്കാം. ഇനി 10,000 ഉറുപ്പ്യ ഉണ്ട്. 10,000 ഉറുപ്പ്യക്ക് ഇത് കഴിയും. ഇത് ഒരു 20 ഉറുപ്പ്യ നമുക്ക് കൂടുതലുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ അവസരങ്ങളിൽ നമ്മൾ വീണ്ടും കാറടിക്കണം. പോകണം ഗൈസ്. നമ്മളെ മാൻഷൻ ടൈക്കൂണ് ഒരു ഇത് ഫുള്ളായിക്കൊണ്ടോ. മേലൊന്നും നമുക്ക് ചെയ്യാനില്ലട്ടോ. നമ്മളെ വണ്ടി അവിടെ ഉണ്ട്, നമ്മൾ വണ്ടി കണ്ട് പോകട്ടോ ഗൈസ്. നമുക്ക് ഇപ്പോൾ പൈസ കളക്ട് ചെയ്യണ്ട. അങ്ങനെ ആകുമ്പോൾ വരുമ്പോൾ നമുക്ക് ഒരു ലോഡ് പൈസ ഉണ്ടാവും. മീൻസ് ഇപ്പം എത്ര ഉണ്ട് നോക്കാം. ഇപ്പം ഉണ്ട് 68,000 ഉണ്ട്. റിട്ടേൺ വരുമ്പോൾ അത് 200,000 ഉറപ്പായിട്ടുണ്ടാവും. 200,000 ഉണ്ടാകാനാണ് സാധ്യത. 200,000 ഉണ്ടെങ്കിൽ we will buy a car now bro. ഞങ്ങൾ ഇന്ന് തന്നെ കാറ് വാങ്ങും. ഇപ്രാവശ്യം നമ്മൾ ഇങ്ങോട്ട് പോയി. അവിടെ കാണാത്തവരുണ്ടാവും ചിലപ്പോൾ. നമ്മളെല്ലാ പാർട്ടിലും അവിടെ കാണണ്ടാവും. പക്ഷേ ഈ പാർട്ടിൽ കാണാൻ മോശമല്ല വിചാരിച്ചിട്ടാട്ടോ നമ്മൾ അങ്ങോട്ട് പോണേ. നമുക്ക് പോവാം. ആരോ എൻ്റെ മാൻഷനിൽ വരുന്നു. ഇവിടെ മറ്റേ എന്താ നമുക്ക് പോവാം. ആ പൈസ കളിച്ചല്ലേ. നമ്മൾ ഒരാളെ കാറിൽ കയറണമെങ്കിൽ കയറിപ്പോ പറഞ്ഞോട് നിന്നിയല്ലോ. ആ പെണ്ണിനാണ് ഇപ്പം നമ്മൾ പെൻഷനിൽ കയറി പോയിട്ടുള്ളത്. നമുക്ക് എന്നാലും പോവാം.
ഗൈസ് ഈ ആ സബ്സ്ക്രൈബിൻ്റെ ഒപ്പമുള്ള ബെല്ലൈക്കൺ കൂടി നിൽക്കണം. ഈ ഇപ്പം ചിലവർ പറയാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്തിനാണ് ബ്രോ? ഞാൻ കാര്യം പറയട്ടെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഇത് പുതിയ പുതിയ വീഡിയോസ് ഇറങ്ങുന്നതിനനുസരിച്ച് നിങ്ങളെടുത്ത് എത്തിക്കൊണ്ടേ നിൽക്കും പുതിയ 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 വീഡിയോസ്. അതിന് വേണ്ടിയാണ് ഈ സബ്സ്ക്രൈബ് ഗൈസ്, സബ്സ്ക്രൈബ് സപ്പോർട്ട് ഗൈസ്. നമ്മൾ കുറച്ചൊക്കെ അങ്ങോട്ട് പോയി നോക്കുക. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോട്ടെ, റൈറ്റ് ഇങ്ങനെ പോകണം എന്ന് നിർബന്ധമില്ല. 70 km/h ഒരു ഹവർ 77, 78, 79 കുറയുണ്ട്. ഇന്നത്തെ വളവും കയറ്റമൊക്കെ വരുമ്പോൾ നമ്മൾ കുറയും പറഞ്ഞ് വളവിലൊക്കെ അങ്ങനെ കുറയും കേട്ടോ. അത് ഇങ്ങനെ വളവ് വരില്ല, ഞാൻ സ്പീഡിന് വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കുകയാണ്. എന്തിനാണ് കിട്ടണേ ഇങ്ങനെ വളവ് വരില്ല. 78, 80 കഴിച്ച് 80 ആയിക്കണ്. 80 ടാർഗറ്റ് 80. ഇനി നമുക്ക് റിട്ടേൺ പോവാം. തട്ടി മറ്റേ കഴിച്ച് ലക്കാണ്. അത് ഈ വണ്ടിയുടെ കളറ് മാറ്റണമെങ്കിൽ മാറ്റണം, പച്ചാക്കണം. ബ്ലാക്ക് മതി. മെൻ പ്രിഫർ ബ്ലാക്ക് അല്ലേ, റെഡ് ആക്കണം. റെഡ് രസമൊക്കെ ഉണ്ട് കേട്ടോ. ബ്ലാക്ക് ആണെന്നാലും നമ്മൾ എന്തായാലും വന്ന വഴി പോകണമെന്നുണ്ടെങ്കിൽ വയ്യ അറിയണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ മാറ്റ ആൾക്കാരൊക്കെ കൂടെ കൂടണം. അപ്പോൾ നമുക്ക് വയ്യ അറിയാമെന്ന് വിചാരിച്ചു. അമ്മേ വണ്ടി പോയി വിചാരിച്ചു കേസ്. ഇവിടുന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രശ്നമുണ്ട് വണ്ടിക്ക്. വണ്ടി കൊണ്ട് പോവും. വണ്ടി പോയാൽ പിന്നെ ഇവിടുന്നൊക്കെ പോയാൽ ഒന്നും പറയണ്ട. ഇവിടുന്ന് കേട്ടോ പോയാൽ എപ്പോഴും നമ്മൾ റൈറ്റ് മാത്രമേ തിരിഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ അടുത്ത് ലെഫ്റ്റ് ആണെന്നല്ലേ വെച്ച് നമ്മൾ റൈറ്റ് മാത്രമേ തിരിഞ്ഞിട്ടുള്ളൂ. ബസ് ഒരു ജീപ്പിലൂടെ ഞാൻ വിചാരിച്ചു നമ്മളേതൊരാളാണ്. സ്ഥലത്ത് കഴിച്ച് ഓർമ്മയുണ്ട് സ്ഥലം കിട്ടിട്ടോ. അതൊക്കെ അതാണ് നമ്മളെ മാൻഷൻ വന്ന് കാണുന്നത്. ഇപ്പോൾ ഒന്നും കാണില്ല മാൻഷൻ ഓരോന്നിലൊക്കെ ആണെങ്കിൽ അതാണ് നമ്മളെ മാൻഷൻ. നേരെ പോവാം. എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് പോകുന്നുണ്ട്. നമ്മൾ എത്തിയിട്ടുണ്ട്. എനിക്ക് വേറെ 200,000 ആവുന്നുണ്ടാവും എനിക്കറിയില്ല. 200,000 ആയിട്ടുണ്ടാവും എനിക്ക് ഡൗട്ടാണ്. എന്നാലും അത്യാവശ്യം വേണ്ട ചിലപ്പോൾ ആയിട്ടുണ്ടാവും. നമുക്ക് പോയേക്കാം. മാൻഷനെത്തി 178,000 നമ്മളെ പറഞ്ഞ 200,000 നമ്മൾ വേണ്ട രീതിയിൽ കാർ പാർക്ക് ചെയ്യണം. പാർക്ക് ചെയ്യണ സ്ഥലത്തല്ല വെക്കാൻ പോകണം. എന്നാലും കാറിന് മുമ്പൊക്കെയായിട്ട് ഓക്കെ അപ്പം അതിനെ തുടങ്ങേ ഇതാണ് പറ്റാത്ത ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ ഇത് അങ്ങനെ കാറ് പോയി നമ്മൾ നോക്കി സ്പോട്ടാക്കിയാൽ കാർ അടച്ചിട്ടുണ്ട്. നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാൻ നമുക്കൊരു വേറൊരു കാർ വാങ്ങേണ്ട ടൈമായിട്ടോ. ഒരു ട്രിപ്പ് പോകാൻ റെഡി ആണെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യാനും റെഡിയാണ് ഗൈസ്. വി ആർ ബൈങ് എ കാർ ബ്രോ. കാർ ഇപ്പം തന്നെ സ്പോട്ട് വാങ്ങാൻ പോവാണ്. ഒന്നും നോക്കുന്നില്ല. പിന്നെ നമ്മൾ 100,000 ടെർബോ കാർ വാങ്ങണമെന്ന് വെച്ചാൽ നടക്കില്ല ഗൈസ്. ഈ കാർ നമ്മൾ നല്ല ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇത് സ്പോർട്സ് കാറാണ് മോനെ. അങ്ങനല്ല പോയിട്ട് വന്നിട്ടോ. ആയിക്കോട്ടെ ഞാൻ അത് പോണേ ഗൈസ്. അങ്ങനെ ഉണ്ടല്ലേ. ഓക്കെയാണ് ഇപ്പോൾ എല്ലാം ഓക്കെ കേട്ടോ.
ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാലേ നേരത്തെ ഡ്രൈവ് ചെയ്യണം. നമ്മൾ ഒന്നും തട്ടാതെ ഡ്രൈവ് ചെയ്യണം. നല്ല സ്പീഡ് കിട്ടോ 88 90 പോണേ. നമ്മൾ 100 km/h പോണേ. നമ്മളെ മറ്റേ വണ്ടി പറഞ്ഞാൽ 80 വരെ പോകും. നമ്മളെ മറ്റേ വണ്ടി 100 ഇങ്ങനത്തെ അവസരങ്ങൾ വന്നാൽ ചാടണം. ഇത് നമ്മൾ ഡ്രൈവ് നിൽക്കണം. അപ്പോൾ വണ്ടി ഇങ്ങനെ വെച്ച് പറയും ഇങ്ങനെ ഒന്നുകൂടി ഡ്രൈവ് വെച്ചാൽ ഇതൊക്കെ ഓക്കെ ഉണ്ട്. ഇവിടുന്നൊക്കെ എത്ര ഓട്ടാം 100 പോണേ. നമ്മളേക്കുള്ള ഏറ്റവും കൂടുതൽ സ്പീഡിലുള്ള വണ്ടി പറഞ്ഞാൽ ജീപ്പിനും ആ ജീപ്പ് പോലെ എത്രയെല്ലാം അറിയും. പോലെ 80 മാക്സിമം അതിൻ്റെ ഇത് പറഞ്ഞാൽ 100 കൊണ്ട് നമ്മൾ നേരത്തെ വന്ന് ജയിക്കുന്നത്. കാറാണ് ബ്രോ. ഇനി നമ്മൾ വാങ്ങും ടെർബോ കാറ്. നമുക്ക് ഒരു വണ്ടിയല്ലേ വാങ്ങുകയുള്ളൂ. അത് ഞാൻ വണ്ടി ഉറപ്പിച്ചാട്ടും. സൂപ്പർ കാർ ഈഗോണ്. വാങ്ങാൻ പറഞ്ഞാൽ വാങ്ങും. ഈഗോ ഉണ്ടോ വാങ്ങി അയ്യൊന്നും തെറ്റില്ല. കയറി എനിക്ക് ഇതിലൊക്കെ ഉള്ള പേടിയതാണ്. തെറ്റിയ വരുന്ന വഴിക്ക് ഫുൾ റൈറ്റ് എടുക്കാം. വയ്യം തെറ്റില്ല. ഫുൾ റൈറ്റ് ആ വൈറ്റ് ഒന്നും റൈറ്റ് റൈറ്റ് പകരം ബൈറ്റ് ഇവിടെ കാണാനായിട്ട് ഒന്നുമില്ല. ഇങ്ങനത്തെ അവസരങ്ങളിൽ ഞാൻ എന്ത് ചെയ്യാനാ പറഞ്ഞത്? ചാടുക, ഡ്രൈവ് ആക്കുക. അപ്പം നമ്മൾ റെഡിയാവും. നമ്മൾ റെഡിയാവില്ല. ഇങ്ങനത്തെ അവസരങ്ങളിൽ നമ്മൾ വീണ്ടും പെട്ട് എന്ന് വിചാരിക്കണം. ഇതൊന്നും ഞാൻ പറയില്ല. എനിക്കറിയാലോ എന്താ ചെയ്യേണ്ടത്. വേടോ ഇതൊരു പ്രശ്നം എന്താ വെച്ചാൽ 2 സീറ്റ് കിട്ടി. നമ്മൾ ഇവിടുന്ന് വരുന്നത് പോട്ടെ. എന്തായാലും അവിടെ പണിയൊക്കെ കഴിഞ്ഞ് വന്നല്ലോ. എനിക്ക് വയ്യാകെ തിരി ഇങ്ങോട്ടാവും വിചാരിക്കണു. കാരണം ചിലപ്പോൾ തെറ്റാവും. ചിലപ്പോൾ അതിൽ വളവൊക്കെ റൈറ്റ് എടുക്കാറ. അങ്ങനെ ഒരു വളവൊക്കെ ഉണ്ടല്ലോ. മാൻഷൻ അവിടെ വീട് ബീച്ചിൻ്റെ വഴി പോലോ. സ്പോർട്സ് കാർ ചെറുതായിരുന്നു. ഞാനവിടെ ഞാനാണ് അടങ്ങി ഇനി തെറ്റില്ല അങ്ങനെ വിചാരിക്കുന്നു. സ്പോർട്സ് കാർ അറിയില്ല. പുറച്ചോനെ അവിടെ വഴിയുണ്ട്. അവിടെ വഴിയുണ്ട്. അങ്ങനെ എടുക്കാം. SD കൂടെ ഒന്നും കയറാൻ കഴിയില്ല. എന്ത് സ്പോർട്സ് കാറാണിത്? നമ്മളെ താറ് ഇങ്ങോട്ട് കൊടുത്താൽ മതിയല്ലേ. നല്ലൊരു കാറേനത് താറ്. നല്ലൊരു ജീപ്പേനത് താറല്ലേ. ഇടയിൽ കൂടെ പോകില്ല. നമ്മൾ നമ്മളെ മാൻഷനിൽ പോയേക്കാം. ഇപ്പം എൻ്റെ ഒക്കെ പറഞ്ഞാൽ 620 രൂപ. ഞാൻ എൻ്റെ ഒരു വാക്ക് ഒരിക്കലും നടക്കില്ല. ഈ പാർക്കിൽ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്താ വാക്ക്. ഞാനവിടെ പോയി പൈസ വാങ്ങാൻ നോക്കുമ്പോൾ 300,000 ഉണ്ട്. ടെർബോ കാർ ട്രാൻസ്പോണറില്ല. നമുക്ക് വാങ്ങാനൊന്നും കഴിയില്ല. ട്രാൻസ്പോണറില്ല. ട്രാൻസ്പോണർ വാങ്ങണം. അതിന് 264,000 വേണം. ഉണ്ടാവില്ല. 124,000 ഇറങ്ങിക്കാം. നേരെ ഇറങ്ങിയത് അതിനിരിക്കുക. അവിടെ അല്ലണേ. ഉള്ളിൽ മതിയാ. ഉള്ളിൽ മതി. വലിയ വലിയ കവറുകളൊക്കെ ഉള്ളിൽ മഴക്ക പെയ്താൽ കൊള്ളാത്ത രീതിയിൽ തന്നെ വേണം. അത് നേരത്തെ എനിക്കൊന്നും പറ്റില്ല. പെർഫെക്ഷൻ വേണം ഏത് വണ്ടിക്കായാലും. ഞാൻ പോയിട്ടാ. അപ്പോൾ എല്ലാവരും നോക്കുക. നമ്മൾക്ക് അവിടെ വർക്കുള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയിക്കണേ. അണ്ടർഗ്രൗണ്ടിൽ വർക്കുണ്ട്. നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ പോകാം കേട്ടോ. കുറേ അണ്ടർഗ്രൗണ്ടൊക്കെ കണ്ടിട്ട് മൊത്തം പുറത്തല്ലേനോ. പുറത്ത് ചെറിയൊരു പണി കിട്ടിയിരുന്നു കേട്ടോ. ചെറിയൊരു പണി. ഇവിടെ ഇരുന്ന് തിന്നാനല്ല പറഞ്ഞത്. ഒരു 10,000 റുപ്യ അവിടെ ചിലവാകും. ഞാൻ കണ്ടു. ഓവർഹാങ് ഇവിടെ കുറച്ചും കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കിട്ടുന്നതിനും പുറത്തിങ്ങനെ കുറച്ച്
ചെറിയ ചെറിയ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ പുറത്ത്. അണ്ടർഗ്രൗണ്ട് പോവാം. നമ്മൾ അണ്ടർഗ്രൗണ്ടിലെത്തിയിട്ടുണ്ട്. പ്ലാൻസ് വെക്കണം എന്നുണ്ട്, അപ്പം നമ്മൾ വെക്കണം എന്നുണ്ടോ വെച്ചു, അത്രയേ ഉള്ളൂ. വാൾസ് വെക്കണം, ഇതും വെക്കണം. ഇനി ഒരു 4000 രൂപ ഒന്നും ചെയ്യുന്നില്ല ഗൈസ്. ഒരു മിനിറ്റ്, ഞാൻ പുതിയൊരു കാർ പാർക്കിംഗ് ഏരിയ കണ്ടെത്തിയാണ്. എവിടെ നിന്നല്ലേ ഞാൻ ആദ്യം കണ്ടെത്തിയതാട്ടോ, ഇവിടെ. ഞാൻ കാണിച്ചതാ. വൈബാണോ എന്നില്ലേ നിങ്ങൾ തന്നെ പറഞ്ഞത്. നിങ്ങൾ വൈബാണ് കമൻറ്റിലിട്ടാൽ നമ്മൾ പിടിച്ചിട്ട് കാർ പാർക്ക് ചെയ്യും. എവിടെ നിലങ്ങളെല്ലാവരും നോക്കണത്? ഇവിടെ നമ്മുടെ മാൻഷൻ്റെ ഭാഗം ഉണ്ട് ഉണ്ടെങ്കിൽ വേണ്ട, ഇല്ലാണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കാർ സെറ്റാക്കും. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ആക്കാം, ഇവിടെ ഇങ്ങനെ, അല്ലെങ്കിൽ ഇതാ ഇവിടെ ആക്കാം. അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വീഡിയോ ലെങ്ത്ത് കൂടണ്ട, നമുക്ക് ഒരു 5 വട്ടം കൂടിയൊക്കെ പീസ് എടുക്കാനുള്ള ടൈമില്ല. എന്തായാലും നോക്കാം. ഇനി വണ്ടിയായിട്ട് കറക്കൊന്നും വേണ്ട. ഈ വീഡിയോൻ്റെ പകുതി മുക്കാലും വണ്ടിയായിട്ടുള്ള കറക്കം തന്നെ. അതുകൊണ്ട് നമുക്ക് കുറച്ച് പണിയിലോട്ട് എഫേർട്ട് ഇടാം. 74,000 ആയിട്ടുണ്ട്. ഇറ്റ് വിൽ ബി പ്രോഫിറ്റ് ടു മീ. യാ ബ്രോ, ഇറ്റ് വിൽ ബി പ്രോഫിറ്റ്. ലൈറ്റ്സ് വെക്കാം. ഇത് വൈബ് ലൈറ്റ്സ് ആയിട്ട്. ഇവിടെ എന്താ വെക്കാൻ പോകും? തിയേറ്ററാ? ഒരു സ്മോൾ തിയേറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് കണ്ടിട്ട് അതാട്ടോ തോന്നുന്നു. ഒരു തിയേറ്ററിനുള്ളൊരു വൈബ് ഉണ്ട് ഇവിടെ. സ്ക്രീൻ ഗൈസ്, ഇറ്റ്സ് തിയേറ്റർ. ഇനി 8,000 ഒന്നുമില്ലല്ലേ ഗൈസ്? ഒരു തിയേറ്റർ ഉണ്ട് നമ്മൾ പണിഞ്ഞു, ഹോം തിയേറ്റർ ഗൈസ്. ഒന്നും പറഞ്ഞാൽ കിട്ടില്ല. ഇവിടെ റൂം എല്ലാം ഉണ്ട്. അവിടെ എന്തെങ്കിലും സീക്രട്ട് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചെറിയൊരു തിയേറ്റർ നമ്മളാണ്ട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. വൈബാക്കാം. ഫിലിമൊക്കെ കാണണ്ട നമുക്ക്. പിന്നെ നിങ്ങൾ ലാസ്റ്റായിട്ട് കണ്ട ഫിലിം ഏതാന്ന് കമൻറ്റ് ബിലോ. തിയേറ്ററിൽ പോയിട്ടാണ് നിങ്ങൾ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയ്സ് കാണുക. ഇതിലാണെന്നാണ് കേൾക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളെ പേരും കമൻറ്റിലിടുക. എനിക്ക് ഇഷ്ടപ്പെട്ട ആളെ പേരെന്താണെന്ന് വെച്ചാൽ ഞാൻ ആൻഡ്രൂ ഗാർഫീൽഡാണ് ഇഷ്ടപ്പെട്ട ആൾ. 12,000 രൂപയൊന്നുമില്ല. ചിലവർക്ക് ടോം ഹോളൻഡ് ആവും, ചിലവർക്ക് ടോബി മക്യൂർ ആവും. എനിക്കിഷ്ടം ആൻഡ്രൂ ഗാർഫീൽഡാണ്. ഇത് ആർക്കും കിട്ടൂല. പൊളിയാകും, ഒന്നും പറയാനില്ല. വീഡിയോ എന്താക്കിയാലും വീഡിയോ ലെങ്ത്ത് കൂടുണ്ട്. അല്ലാണ്ട് ഞാൻ ഇനി പൈസ എടുക്കാൻ പോകുമെന്ന് ചോദിച്ചാൽ നമുക്കിവിടെ ഒരു 10,000 ആയിട്ട് പോവാം. ഒരു 40,000 കഴിക്കാൻ വേണം പോകുമ്പോൾ. ഒരു 10,000 ആയിക്കോട്ടെ, 3,000 ആയില്ലേ. എന്തായാലും വെയിറ്റ് ചെയ്യട്ടോ ഗൈസ്. എന്തായാലും പൊളിച്ചിട്ട് വരാം. 7,000 മതി സംഭവം. പക്ഷെ നമുക്കൊരു 33,000 എന്തായാലും വേണം. 43,000 ഇതിൻ്റെ ഇതും കൂടി എടുത്താൽ 44,000 ഉണ്ടാവും. 46,000 45,000 ലാവുള്ളൂ. എനിക്കറിയാം 2,000 ഉണ്ടാവും. എന്നാലും കേസ് നമുക്ക് അണ്ടർഗ്രൗണ്ടിൽ ഇറങ്ങാം. ഹോം തിയേറ്റർ വരാൻ കേട്ടോ. നമുക്ക് അണ്ടർഗ്രൗണ്ടിൽ ഹോം തിയേറ്ററാണ് നമ്മൾ സെറ്റാക്കി കൊടുക്കുന്നത്. വൈബാക്കി എല്ലാവരും എന്നൊക്കെ പറയണേ. അതുകൊണ്ട് പറയണേ വാൾ ഡെക്കറേഷൻ വൈബാക്കി. ഇനിയിപ്പോൾ പൈസ ഇല്ലല്ലോ. 24,000 ഉറുപ്പിക ഉണ്ട്. ബീൻ ബോക്സ് അത് നല്ല പൈസ ഉള്ളതാണ്. ഇനി ഒരു 6 ഉറുപ്പിക ഉണ്ട്. ഇനി നമ്മൾ പൈസ എടുക്കണം. എനിക്ക് വയ്യ ഇങ്ങനെ പൈസ എടുക്കുന്ന. ലാസ്റ്റായിട്ട് നമ്മളൊരു ട്രിപ്പ് പോവാണ്. ലാസ്റ്റായിട്ട് ഈ പാർട്ട് 7th ലാസ്റ്റ് ടൈമായിട്ട് നമ്മളൊരു ട്രിപ്പും കൂടി പോയിട്ട് നമ്മൾ വീഡിയോ ഉണ്ട് വേണ്ടി പോയില്ല. കാർ ഗ്യാരേജ് പോകാനല്ലേ. ഇവിടെ ഇങ്ങനെ പോയാൽ പോരെ. ഇതിനാ ഭക്തർക്ക് കഷ്ടപ്പാടൊക്കെ വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലാതെ തന്നെ അങ്ങനെ വണ്ടി എടുത്താൽ പോലെ. ഫ്രൈഡേ കൂടെ നമ്മളെ സ്പോർട്സ് കാറായിട്ട് നമ്മൾ മേലേക്ക് പോയില്ല. മേലെ ആ മൂല വരെ പോയിട്ട് വരുമ്പോഴത്തിന് നല്ല പൈസ ആയിക്കോളും. ഇവിടെ നമുക്ക് നേരെ പറക്കാം. 3
km/h നമ്മൾ പോകുന്നത്. 100 മീൻസ് 110 ആവുന്നുണ്ട്. നല്ല ഒരു രീതി ഇരിക്കാനുള്ളതിനും പ്രൊഫഷണൽ ഡ്രൈവർ ആണ് ഓട്ടുന്നത്, അതുകൊണ്ട് ഇത് നിൽക്കില്ല, ഞാൻ ഗ്യാരണ്ടി തരാം. ഓ ഗൈസ്, ഗ്യാരണ്ടിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ ഗ്യാരണ്ടി ഇല്ല പറഞ്ഞാൽ ഒരു ഗൈസ് വരുന്നത് 2 ആൾക്കാർ എൻ്റെ നടുവ് കൂടെ ഞാനാകട്ടെ ഒരു നല്ല BGM ഇട്ടാണ്ട് ഇങ്ങനെ വരും. ഒരു ഗൈസ് നമ്മൾ 1 മിനിറ്റ് ഉണ്ടോ ഗൈസ്? ഒരു പ്രശ്നമില്ല. അപ്പോൾ നമ്മളിവിടെ മേളക്ക് വരിക പറഞ്ഞു അല്ലേ? ഓക്കെ പറഞ്ഞാൽ നമ്മളെ ഉപയോഗിക്കണേ, എന്തായാലും വൈബാക്കണം ഗൈസ്. നമ്മൾ പറഞ്ഞ വാക്കിന് മറ്റുള്ള ആളാണ്ട് നമ്മളിവിടെ 110 km/h നമ്മൾ റിട്ടേൺ പോവാണ്. ഇരിക്കൂല പറഞ്ഞു, ഇങ്ങോട്ട് എടുക്കൂല. കാരണം എന്താ വെച്ചാൽ നല്ല ബ്രേക്കും കിട്ടുന്നില്ല പണ്ടാരം. 110 പോട്ടെ 110 ഇതിൻ്റെ km/h സ്പീഡ്. 440 രൂപ നമുക്ക് പെർ സെക്കൻഡും കിട്ടും. ഞാൻ ഇടിക്കൂല ഒരു വാക്ക് പറഞ്ഞോ, ശരിയാട്ടോ. ആരാ പറയണത് ശ്രദ്ധിക്കണം. വാക്കിന് വില ഉള്ളവനാണെങ്കിൽ എല്ലാം ചെയ്യും. വില പോകല്ലേ. നമ്മളെ മാൻഷൻ ഓരോന്ന് ഇടിച്ചു കൊടുത്തിങ്ങനെ കിട്ടില്ല. പെട്ടെന്ന് മുന്നോണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ ഞാനങ്ങോട്ട് 1000 പിന്നെ ഞാൻ അവിടെ പോയിരുന്ന കാര്യം. ഇവിടെ ഒരു 110,000 ഉണ്ട്. നമുക്കിത് മതി, നമുക്കിത് തന്നെ ധാരാളം. 110,000 ഉണ്ടല്ലോ, 112,000 ആയി. നമുക്ക് നേരെ ഇറങ്ങിയിട്ട് കുറേ തിയേറ്ററിൽ പണിയുണ്ട്, നമുക്ക് അങ്ങനെ കുറച്ചാലും ചിലവഴിക്കാലോ. അടിയിലുള്ള ലാസ്റ്റോടെ മേലുള്ള കൗച്ചസും സെറ്റാക്കി. അയ്യോ കൗച്ചസ് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ചെയ്യാനാണെങ്കിൽ നല്ല പൈസ പോകുമല്ലോ മോനെ. 64,000 ഇനിയും 29,000 ഉണ്ട്. ജസ്റ്റ് ഒരു ഫിലിം ഇരുന്ന് കാണാം. അയ്യോ വൈബ് പോടാ. ഞാൻ ഇപ്പോൾ കണ്ടേതാരോ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയ്സ്. ഏതല്ലേ ഇവിടെ ഞാൻ ലാസ്റ്റ് ടൈം കേട്ടോ പൈസ എടുക്കാൻ പോകണം. അത് കഴിഞ്ഞാൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ലെങ്ത്ത് കൂടുതൽ എനിക്ക് പറയാം, നമുക്ക് പറയാം. അപ്പം എന്നാൽ നമുക്ക് ലാസ്റ്റ് ടൈമാണ് പാർട്ട് 7 നമ്മൾ പൈസ എടുക്കാൻ പോകണേ. അത് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. 25,000 മീൻസ് 50,000 യാ ബ്രോ. ഇനി അടിക്ക് തന്നെ ഇറങ്ങി പോകണം. ഇതൊക്കെ അവിടെ വരെ പോകണ്ടേ, അതൊക്കെ വേണം മടി. ഇതിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ ഔടാ, അപ്പം ഞാൻ അങ്ങനെ പോകും. പക്ഷേ എനിക്ക് പറ്റാത്തത്. 30,000 ഇതിന് ചിലവാക്കി. 22,000 ഉണ്ട്. 23,000 അതിന് വേണം. ഒരു 600 റുപ്യയിലുള്ള വെറുതെ. നമ്മളെന്തായാലും വീഡിയോ വേണ്ടപ്പോഴൊക്കെയാണ്. ഇനി എന്തായാലും നമ്മൾ പാർട്ട് 8 വരുന്നവരെ നമ്മൾ കാത്തിരിക്കുക. നമ്മളെന്തായാലും പോണേ.